മുജാഹിദിന്റെ ഒരു മുഖോത്തരമായ ഒരൽമനാർ. ഇത് 2007 മെയ്യിൽ അൽമനാർ. ഈ അൽമനാറിൽ അള്ളാഹുവിനെ പരിചയപ്പെടുന്നുണ്ട്. അള്ളാഹിനെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ പറയുന്നത് എന്താണ്? അള്ളാഹിനെ പറ്റി പറയാണ്, അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അപ്പൊ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, രണ്ടും വലത്ത് ഇടത്തില്ല എന്നാണ്. അതേ കക്ഷികള് ഇത് തന്നെ തെറ്റ്, അത് വേറൊരു വിഷയം. 2007 മെയ്യിലാണ്. 2009 ജനുവരിയിലെ അൽമനാർ. അതിൽ പഠിച്ചവനെ പറ്റി എങ്ങനെയാ പറയുന്നത്? അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും. അപ്പൊ 2007 അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഇല്ല, 2009 ജനുവരി ആകുമ്പോഴേക്ക് അള്ളാഹ്ക്ക് ഇടത്തെ കൈ ഉണ്ട്. ഇതെന്ത് വിശ്വാസാണ്? ഇങ്ങനെ അള്ളാഹിനെ പറ്റി വിശ്വസിക്കുന്നവരെ ഞങ്ങളിങ്ങനെ തുടർന്ന് നിസ്കരിക്കൂന്ന്. അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ആദ്യം ശരിയാണ്ടേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള വിശ്വാസം ശരിയാണ്ടേ. മുസ്ലിം ചിന്താ പ്രസ്ഥാനങ്ങളിൽ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി എഴുതിയൊരു ബുക്കാണിത്. ഈ പുസ്തകത്തില് അദ്ദേഹം എന്താണ് ഇതിന്റെ 101-ാമത്തെ പേജിൽ ഞെട്ടിക്കുന്ന സംഗതിയാണ് എഴുതിയത്. ചെറിയ സംഗതിയല്ല, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അള്ളാഹിനെ പറ്റി എഴുതാണ്, അവന് ശരീരവും അവയവങ്ങളും ഉണ്ടെന്നും അവൻ സിംഹാസനമുള്ളവനാണെന്നും വിശുദ്ധ ഖുർആൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഖുർആൻ ഉണ്ട് പോലും അള്ളാഹ്ക്ക് ശരീരമുണ്ട്. ഞാൻ പറയട്ടെ, ബിസ്മി മുതൽക്ക് ഖുല്ലാസിന്റെ അവസാനത്തെ ആയത്ത് വരെ ഖുർആനിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് കാണിച്ചു തന്നാലുണ്ടല്ലോ, പിന്നെ പേരോടൊരൊറ്റ സ്റ്റേജ് മേലും കയറൂല കേട്ടോ, ഒരു പ്രസംഗവും നടത്തൂല കേട്ടോ. അള്ളാഹ്ക്ക് ശരീരമുണ്ട് എന്ന് ഖുർആനിൽ കാണിച്ചു തരാം. ഖുർആന്റെ പേരിൽ പച്ചക്കള്ളം എഴുതിയിട്ട് സാധാരണക്കാരെ പിഴപ്പിക്കാണ്, ആളുകൾ ഈമാൻ നശിപ്പിക്കാണ്. ഈ മൗലൈമാരെ തുടർന്ന് നമ്മൾ നിസ്കരിക്കാതിരിക്കുമ്പോ ചിലർക്ക് തോന്നും, ഇതെന്താ ഇവര് തുറന്നു കരിക്കാത്തത്, ഞങ്ങളിങ്ങനെ തുറന്നു കരിക്കുക, ഇത് ഇങ്ങനത്തെ വിശ്വാസമായ ഞങ്ങൾ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പോ അതിന് തുടർന്ന് നിസ്കരിക്കാത്തവരല്ല ഉത്തരവാദികൾ, മറിച്ച് പിഴച്ച ആശയങ്ങൾ പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തവരാണ് ഉത്തരവാദികൾ. ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം എന്റെ അടുത്തുണ്ട്. അതിൽ പറഞ്ഞ മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു മഹാകുറ്റം പ്രവർത്തിക്കുന്ന ആളെ അള്ളാഹ് റസൂലാക്കി പറഞ്ഞേക്കോ? പിന്നെ എങ്ങനെ ഇവിടെ കുറ്റവും തെറ്റും ശരിയൊക്കെ എങ്ങനെ ആരാ പിന്നെ പറഞ്ഞു കൊടുക്കുക? അപ്പൊ മൗദൂദി പറഞ്ഞതാണത്. ഇങ്ങനെ പിഴച്ച വിശ്വാസങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളെ ആളുകൾ മുജാഹിദിന്റെ മൗലവിമാരെ തുറന്ന് നിസ്കരിക്കൂല. കാരണം പിഴച്ച വിശ്വാസമുള്ളവരെ തുറന്ന് നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം പോയി പോവും, നമ്മളെ ഈമാനും പോയി പോവും. അതുകൊണ്ട് തുറന്ന് നിസ്കരിക്കൂല. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്നും ഭാഗമെന്നൊക്കെ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ തന്നെ 952 ജനുവരി 20 എഴുതിയതാണ്. പുറത്താണ്, ഇസ്ലാമിന്റെ പുറത്താണ്. അതേ സംഗതിയാണ് ഇപ്പോ അത് ഇസ്ലാമാണ് ഈമാനാണ് എന്ന് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മാറുന്നൊരു മതമുണ്ടോ? ആശയങ്ങൾ മാറാൻ പറ്റുമോ? ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും സാധാരണക്കാരായ മുജാഹിദീങ്ങൾ, നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചു നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിഴവ് പറ്റിയെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്ക്. സാധാരണക്കാരായ മുജാഹിദീങ്ങൾ അങ്ങനെ വിശ്വസിക്കൂല. നബിക്ക് പിഴവ് പറ്റിയെന്ന് വിശ്വസിച്ചാൽ പിന്നെ ഓരെന്ത് മുസ്ലിമാണ് എന്ന് ചോദിക്കും. ആ മുജാഹിദി തന്നെ ചോദിക്കും. കാരണം അയാൾ മുജാഹിദിന് മെമ്പർഷിപ്പ് എടുത്തുന്നില്ല, അയാൾക്ക് മുജാഹിദ് എന്താ അറിഞ്ഞൂടാ. അതേ സമയത്ത് മുജാഹിദിന്റെ മൗലവിമാര് വിശ്വസിക്കുന്നത് എന്താണ്? ഞങ്ങൾക്ക് അവിടെയാ വിഷയം. മുജാഹിദിന്റെ മൗലവിമാരെ തുറന്ന് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ, ഞങ്ങൾക്ക് അത് തുറന്ന് നിസ്കരിച്ചാൽ ചിലർ ചോദിക്കും. ഞങ്ങളെ നിസ്കാരം ഞങ്ങൾക്ക് സഹിയായി കിട്ടണ്ടേ, ഞങ്ങൾക്ക് ആഖിറത്തിലേക്കോ പറ്റിയ നിസ്കാരാണ്ടേ. നബിതങ്ങളെ പറ്റി മുജാഹിദിന്റെ അൽമനാർ എഴുതിയ ചോക്ക് നിങ്ങൾ 2010 ജൂലൈയിലെ അൽമനാർ, ഒരു 12 കൊല്ലായിട്ടേ ഉള്ളൂ. ഇതിലെന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ആർക്ക് പിഴച്ചു? പേരോ അബ്ദുറഹ്മാൻ പിഴച്ചു എന്നല്ല പറഞ്ഞത്, അല്ലെ സുൽത്താൻ കാന്തപുരം ഉസ്താദിന് പിഴച്ചു എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറില പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അപ്പോ അള്ളാഹു തആല ഇസ്ലാം ദീന് പഠിപ്പിക്കാൻ വേണ്ടി ലോകത്ത് തെരഞ്ഞെടുത്ത ഒരാളെ പറഞ്ഞിട്ട് പിഴവ് ഇങ്ങനെ പറ്റുന്ന ഒരാള്, എന്നിട്ട് പടച്ചവൻ ഇങ്ങനെ ഇടക്കിടക്ക് ആക്ഷേപിക്കുക, നിങ്ങളെന്താ പണിയെടുത്ത്, നിങ്ങളെന്താ ഇപ്പണിയെടുത്തു ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചാ മുസ്ലിം ആവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴവ് പറ്റിയെന്ന് വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥ മുസ്ലിം ആവുമോ?
ഖുർആനിൽ അല്ലാഹ് പറയുന്നു വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ. നബി തങ്ങൾക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല എന്ന് ഖുർആൻ. അപ്പൊ നബി തങ്ങൾ പിഴവ് പറ്റിയ ആളാണെന്ന് വിശ്വസിക്കുന്നവരാണ് മൗലവിമാര്. ആ മൗലവിമാര് ഇമാമത്തുക്കും നമ്മളെങ്ങനെ നമ്മളെ ഈ നിസ്കാരം കൊണ്ടുപോയിട്ട് അതിനോട് കൊളുത്താൻ എഞ്ചിന് കേടാൻ തോന്നിയ ബോഗി കൊളുത്താൻ പറ്റുമോ? എഞ്ചിന് ബോഗി കൊളുത്തണമെങ്കിൽ അത് എഞ്ചിന് റെഡിയാന്ന് വരണ്ടേ? ഇവിടെ വിശ്വാസത്തിൽ പിഴച്ചുപോയി, നബി തങ്ങൾക്ക് പിഴച്ചുപോയി എന്ന വിശ്വാസം പിഴച്ച വിശ്വാസമാണ്. ഇതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയി. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾ അതിന് ഉത്തരവാദിയല്ലല്ലോ.